Hi friends, IPSR കാസ്റ്റ് എന്ന കരിയർ ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IT രംഗത്തെ കരിയർ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത്. Once again, welcome to yet another new episode of IPSR Career Studio. ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിസ് ദീപ ശ്രീകുമാർ, IPSR Solutions ലിമിറ്റഡിൻ്റെ സോഫ്റ്റ്വെയർ ടീം ലീഡാണ്. 12+ ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ആൾ കൂടിയാണ് ദീപ മാം. പൈത്തൺ, മെഷീൻ ലേണിംഗ് തുടങ്ങിയ ഏരിയാസിലൊക്കെ, ജാവ തുടങ്ങിയ ഏരിയാസിലൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലായാലും മെഷീൻ ലേണിംഗിൽ ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. കമ്പനീസിൽ കോർപ്പറേറ്റ് ട്രെയിനിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ദീപ മാം. കാലിക്കറ്റിൽ നിന്നും വരുണിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് മെഷീൻ ലേണിംഗ്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എങ്ങനെയാണ് AI-യുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ലാതെ മെഷീൻസ് തന്നെ ഡിസിഷൻസ് എടുക്കുക, ആ ഒരു ലെവലിലേക്ക് നമ്മൾ മെഷീൻസിനെ എത്തിക്കുക. അതിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ശരിക്കും മെഷീൻ തന്നെ ഒരു വർക്ക് ചെയ്യുന്നത്, എത്തുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ്. അതിൻ്റെ ഒരു പാർട്ടാണ് മെഷീൻ ലേണിംഗ്. അപ്പം ഇനിയുള്ള ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ മെഷീൻസിനായിരിക്കും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് വരിക, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിലായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഒരു സ്കോപ്പ് കിട്ടുന്നത്. മെഷീൻ ലേണിങ്ങിനെ ഇപ്പോൾ സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ മെഷീനിൽ ലേൺ ചെയ്യിക്കുക, അല്ലെങ്കിൽ അതിനെ ടീച്ച് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെക്കുറിച്ചിട്ടുള്ള ഡാറ്റ നമ്മൾ ഫസ്റ്റ് കളക്ട് ചെയ്യുക. അതിന് നമ്മൾ പറയുന്നത് ഡാറ്റ അനാലിസിസ്. ആ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ലേൺ ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് അതിനൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റാക്കി മാറ്റും. അതിനെയാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഡാറ്റ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ട്രക്ചേർഡ് ഡാറ്റ അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ആ മെഷീനിലേക്ക് ഫീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ടീച്ച് ചെയ്യുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ ഒരു രീതിയിൽ ഡിഫറെൻറ്റ് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ മെഷീനിനെ ടീച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെഷീൻ ലേണിങ്ങിൽ മെയിനായിട്ട് അതാണ് വരുന്നത്. അത് കഴിഞ്ഞ് ആ മെഷീൻ അതിനൊരു റെഡിയായി കഴിയുമ്പോൾ നമ്മൾ ഇപ്പം ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ലാണ്ട് തന്നെ ആ വർക്ക് ഒരു മെഷീനിനെ ഏൽപ്പിക്കുന്നു. അതാണ് മെഷീൻ ലേണിങ്ങിൽ വരുന്നത്. വരുൺ ഒരു MCA സ്റ്റുഡൻ്റ് ആണ്. വരുണിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് കുറേ നാളായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ അറിയാണ്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജീസാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ കയറുന്നു, അവിടെ നമ്മൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ടാവും. ഒരു IT ഫീൽഡായിട്ട് ഒരു റിലേഷൻ ഇല്ലാത്ത ഒരാളുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് റിപ്ലൈ ചെയ്യുന്നത് ഒരാളാണ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ആണ് എന്നായിരിക്കും. പക്ഷേ ആക്ച്വലി നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നത്, ആ പേഴ്സണൽ അസിസ്റ്റൻസ് എന്നുള്ളത് ഒരു ചാറ്റ് ബോട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു റോബോട്ട് എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, ഒരു പ്രോഗ്രാം ആയിരിക്കും അതിൻ്റെ ബാക്കിൽ അവിടെ റൺ ചെയ്യുന്നത്. അപ്പോൾ ആ ചാറ്റ് ബോട്ട്സ് എല്ലാം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് അത് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം റീസെൻ്റ്ലി നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മളിവിടെ കൊച്ചിയിൽ കണ്ടിരുന്നു. വാട്ടർ സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഓപ്പൺഡ് ആണ്. ഇപ്പം ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ മാളിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പുണ്ട്, വാട്ടർ സെയിൽ. അവിടെ ഒരു കസ്റ്റമർ ഡീലിങ്ങിന് വേണ്ടിയിട്ട് ഒരു കൗണ്ടറോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവോ സെയിൽസ്മാനോ ആരും ഉണ്ടാവില്ല. 24 hours ഓപ്പൺഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് വാട്ടർ സെയിൽ എന്നുള്ളത്. അവിടെ കസ്റ്റമേഴ്സ് വരുന്നു, അവർ ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് അവർ ലോഗിൻ പോലെ ഷോപ്പിലോട്ട് എൻ്റർ ചെയ്യുന്നു. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തിങ്സ് അവർ ചൂസ് ചെയ്തിട്ട് അവർ പോകുന്നു. ഓക്കെ, അവരപ്പോൾ അവിടുന്ന് ലോഗ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഒരു 2 minutesനുള്ളിൽ തന്നെ അവരുടെ ആ ഒരു കസ്റ്റമൈസ്ഡ് ബിൽ അവർക്ക് കിട്ടുന്നു. അപ്പം എങ്ങനെയാണ് അത്, എന്തൊക്കെ ഐറ്റംസ് ആണ് ചൂസ് ചെയ്തത്, ഒരു ഐറ്റം തന്നെ എത്ര ക്വാണ്ടിറ്റി എടുത്തു, ഇതെല്ലാം തന്നെ അവർ മോണിറ്റർ ചെയ്തിട്ട് അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അവിടെ ആ ബിൽ പ്രൊഡ്യൂസിങ് നടത്തുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ഷോപ്പാണ്, ഒരു ഓട്ടോണോമസ് ഷോപ്പാണത് വാട്ടർ സെയിൽ എന്നുള്ളത്.
ദെൻ ഒപ്പം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രഷറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഏറ്റവും വലിയൊരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവായിരുന്നു നിസാൻ്റേത്. IPSR ത്രൂ നടന്നൊരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവാണത്. അതിൽ അവർ മെയിൻലി നോക്കിയത് ഇപ്പോൾ പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് അതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് മെഷീൻ ലേണിംഗിൽ എന്ത് നോളജ് ഉണ്ട് സ്റ്റുഡൻസിന്, അതാണ് മെയിൻലി അവർ ചെക്ക് ചെയ്തത്. അവരിപ്പം ആ ലെവലിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും അവരിനി ഫ്യൂച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഒരു നല്ലൊരു തുടക്കമാണ്, അല്ലെങ്കിൽ ഒരു നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു നമുക്ക് പറയാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. ദെൻ ഇപ്പം ടെക്നോ പാർക്കിൽ ടാറ്റ ELXI അങ്ങനെ ഒരു കമ്പനി അവർ ബൾക്കായിട്ട് തന്നെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതും മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റിലോട്ടാണ് അവരിപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത്. അവർ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡ്രൈവർലെസ് കാർ അങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് കാറിൻ്റെ ഉള്ളിലുള്ള ആ ഫീച്ചേഴ്സ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻസ് ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആയിരിക്കും, ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ലാണ്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ മെഷീൻ ലേണിംഗിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. മെഷീൻ ലേണിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി മെഷീൻ ലേണിങ്ങിൽ ഒരു ജോബ് കിട്ടണമെങ്കിൽ എന്തൊക്കെ പഠിക്കണം? മെഷീൻ ലേണിംഗ് ഫീൽഡിലേക്ക് ഇപ്പോൾ നമുക്ക് ജോബ് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ ലേണിംഗ് എന്തൊക്കെ വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ലാംഗ്വേജസ് ആണ് അതിൽ യൂസ് ചെയ്യേണ്ടത്, ആ ഒരു ഐഡിയ നമുക്ക് വേണം. സോ മെഷീൻ ലേണിംഗിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ നടക്കുന്നത് കുറേ അൽഗോരിതംസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. അത് എല്ലാ ലാംഗ്വേജിലും ഇപ്പം നമ്മൾ മെയിൻ ലാംഗ്വേജസ് മെഷീൻ ലേണിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ പൈത്തൺ, ദെൻ C++, ജാവ ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലാംഗ്വേജസിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പൈത്തൺ ആയിരിക്കും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അതെന്തുകൊണ്ടാണ് പൈത്തൺ ഇത്ര പ്രിഫേർഡ് ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒത്തിരി ബിൽട്ടിൻ ആയിട്ടുള്ള ലൈബ്രറീസ് അല്ലെങ്കിൽ പാക്കേജസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അൽഗോരിതംസ് എല്ലാം തന്നെ അതിൽ പ്രീഡിഫൈൻഡ് ആണ്. ഇപ്പോൾ പാക്കേജസ് പറയുകയാണെങ്കിൽ ഇപ്പം ഡാറ്റ അനാലിസിസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡാറ്റ അനാലിസിസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഡാറ്റ അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പാൻടാസ് അങ്ങനെ പറഞ്ഞിട്ടൊരു ലൈബ്രറിയാണ്. ആ ലൈബ്രറിനകത്ത് ഇപ്പം നമുക്ക് ഡാറ്റ എങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാം, ഡാറ്റ എങ്ങനെ നമ്മൾ കളക്ട് ചെയ്യും, ഇതിനെ പറ്റിയുള്ള എല്ലാ ഫങ്ഷൻസും പ്രീഡിഫൈൻഡ് ആണ്. സോ നമുക്ക് അതിൻ്റെ കോഡ് അത്രയും കുറഞ്ഞു, നമുക്ക് ആ ഫങ്ഷൻസ് എങ്ങനെ യൂസ് ചെയ്യുന്നത് മാത്രം അറിഞ്ഞാൽ മതി. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം മെഷീൻ ലേണിങ്ങിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ SciPy അതുപോലെ NumPy പിന്നെ അതിൻ്റെ പ്ലോട്ടിംഗ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ പാർട്ടിലോട്ട് വരുമ്പോൾ മാത്ത് പ്ലോട്ട്ലിബ് ഇങ്ങനെയുള്ള ലൈബ്രറീസ് എല്ലാം പൈത്തണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് പൈത്തൺ ഇത്ര പോപ്പുലറായിട്ട് നമ്മൾ മെഷീൻ ലേണിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പൈത്തൺ പഠിക്കുന്നതാവും അല്ലെങ്കിൽ പൈത്തൺ ആയിരിക്കും മെഷീൻ ലേണിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. AI കുറിച്ചും മെഷീൻ ലേണിങ്ങിനെ കുറിച്ചും ഇനി അതിലൊരു കരിയർ എങ്ങനെ ചൂസ് ചെയ്യുന്നതിനെ കുറിച്ചും മാം ഇപ്പം ഇവിടെ സംസാരിച്ചു. എന്തായാലും മാമിൻ്റെ വാല്യുബിൾ ഇൻഫർമേഷന് താങ്ക് യു സോ മച്ച്. IT രംഗത്തെ കരിയർ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ചോദ്യങ്ങൾ കമൻറ്റായോ മെയിലായോ വാട്സപ്പ് മെസ്സേജായോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്.